നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. കാഴ്ചപരിമിതിയുള്ള അണ്ടർ 14, 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺപെൺ വിഭാഗം കുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. അതിനിടയിൽ കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കായികമേളയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കുന്നംകുളം സിന്തറ്റിക് ഗ്രൗണ്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടോണി ചേരുന്നു. ടോണി, മത്സരങ്ങൾ സമയക്രമം പാലിച്ച് നടക്കുന്നുണ്ടോ? ഇന്ന് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ? കായികാധ്യാപകരുടെ പ്രതിഷേധം ചെറിയ ആശങ്കയ്ക്ക് കാരണമായി. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവം പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ കൃത്യസമയത്തിന് ആരംഭിക്കാൻ സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ 8:30 ഇൻക്ലൂസീവ് വിഭാഗത്തിന്റെ ഓട്ടമത്സരത്തോടു കൂടിയാണ് ട്രാക്ക് നടന്നത്. 2 വിഭാഗങ്ങളിലെ ഇൻക്ലൂസീവ് വിഭാഗത്തിന്റെ മത്സരങ്ങൾ നടന്നത്. 800 മീറ്ററിലും 100 മീറ്ററിലുമായിരുന്നു മത്സരങ്ങൾ. അവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സ്വർണ്ണ മെഡൽ സമ്മാനിക്കുകയും ചെയ്തു. രാവിലെ 9:30 കൂടിയായിരുന്നു പതാക ഉയർത്തലും ഔപചാരിക ഉദ്ഘാടന ചടങ്ങും നടന്നത്. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി കായികാധ്യാപകർ ഈ അധ്യയന വർഷത്തെ തുടക്കം മുതൽ സമരത്തിലാണ്. തസ്തിക പുനർനിർണയം ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. തൃശൂർ റവന്യൂ ജില്ലയ്ക്ക് കീഴിലുള്ള 12 ജില്ലകളിൽ കായികമേള നടത്തിപ്പ് വലിയ പ്രതിസന്ധികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇക്കുറി നടന്നത്. അതിന്റെ പ്രതിഫലനം റവന്യൂ ജില്ലാ കായികമേളയുടെ തുടക്കത്തിലുമുണ്ടായി. സംയുക്ത കായികാധ്യാപക സംഘടന നേതൃത്വത്തിൽ ട്രാക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. മുദ്രാവാക്യം വിളികളോടെ ഏകദേശം 30ഓളം പേർ, 50 താഴെയുള്ള കായികാധ്യാപകർ ട്രാക്കിലേക്ക് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും തൊട്ടു മുൻപായിരുന്നു പ്രതിഷേധം നടന്നത്. പിന്നീട് MLA ട്രാക്കിലെത്തിയതിനു ശേഷം MLA ഇടപെട്ടാണ് പ്രതിഷേധം പിന്നെ താൽക്കാലികമായി ശമനമായത്. അതിനുശേഷമാണ് ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. നേരത്തെ ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന മത്സരങ്ങളിലെല്ലാം വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത് കാലാവസ്ഥാ പ്രവചന പ്രകാരം ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയ്ക്കും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മഴയുടെ ആശങ്കയൊന്നും ഉണ്ടായില്ല. രാവിലത്തെ മത്സരങ്ങളും കൃത്യസമയത്ത് തന്നെ നടന്നു. 100 മീറ്റർ ഗേൾസ് ആൻഡ് ബോയ്സിന്റെ ഹീറ്റ് മത്സരങ്ങളാണ് തൊട്ട് മുൻപിൽ സമാപിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 100 മീറ്ററിന്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. AC മൊയ്തീൻ MLA ആണ് ജില്ലാ കായികോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കുന്നംകുളം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ A മൊയ്തീൻ നന്ദിയും പറഞ്ഞു. രാവിലെ 100 മീറ്റർ ഹീറ്റ് മത്സരങ്ങൾക്ക് പുറമെ ജാവലിൻ ത്രോ, പോൾവാൾട്ട് മത്സരം, ഷോട്ട് പുട്ട് മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 400 മീറ്റർ ഹർഡിൽസിന്റെ ഫൈനൽ മത്സരമുണ്ട്. 800 മീറ്റർ ഫൈനൽ മത്സരമുണ്ട്. ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ ഫൈനൽ നടക്കും. ഇന്ന് ഏറ്റവും അവസാനം നടക്കുന്ന മത്സരങ്ങൾ 3000, 5000 മീറ്റർ നടത്ത മത്സരമാണ്. ഏകദേശം വൈകിട്ടോടു കൂടി മാത്രമേ ആ മത്സരം നടത്താൻ സാധ്യതയുള്ളൂ. അതിനാൽ തന്നെ സ്റ്റേഡിയത്തിനകത്ത് താൽക്കാലികമായി വെളിച്ച സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നേരത്തെ MLA പറഞ്ഞത് പ്രകാരം ഇവിടെ വെളിച്ചത്തിന്റെ പ്രയാസമുണ്ട്. വെളിച്ച സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന മത്സരങ്ങൾക്കായി താൽക്കാലിക വെളിച്ച സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 3000, 5000 മീറ്റർ നടത്ത മത്സരമാണ് ഇന്ന് ഈ ട്രാക്കിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ മത്സര ഇനങ്ങൾ. നാളെ രാവിലെ ക്രോസ് കൺട്രി മത്സരമുണ്ട്. ആൺകുട്ടികളുടെ ക്രോസ് കൺട്രി മത്സരം വെള്ളറക്കാട് നിന്നാണ് രാവിലെ 6:30 ആരംഭിക്കുക. പെൺകുട്ടികളുടെ ക്രോസ് കൺട്രി മത്സരം മരത്തങ്കോട് ബഹ്റിൻ പാലത്തിന് മുമ്പിൽ നിന്ന് നാളെ ആരംഭിക്കും. എന്തായാലും മത്സരങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെ നടത്തുന്നുണ്ട്. കായിക അധ്യാപകരുടെ സഹകരണ സമരം ഉണ്ടെങ്കിൽ പോലും മത്സരങ്ങളെ മേളയെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മത്സരങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു. 22-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്ഥാന കായികമേള നടക്കുന്നത്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ കൃത്യമായി ശക്തമായ രീതിയിൽ തന്നെ മത്സരങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ടതുണ്ട്. അതിനായി സംഘാടക സമിതി അക്ഷരം പ്രയത്നിക്കുന്നു. സമരം ഉണ്ടെങ്കിൽ പോലും അത് സമരം ഒരു തരത്തിലും മേളയെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. നന്ദി ടോണി. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. രാവിലെ പതാക ഉയർത്തലിനും ഉദ്ഘാടന ചടങ്ങിനും തൊട്ടുമുമ്പാണ് കായികാധ്യാപകർ ട്രാക്കിൽ മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധ സമരം നടത്തിയത്.
പതാക ഉയർത്തലിനും ഉദ്ഘാടന ചടങ്ങിനുമായി MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടും പ്രതിഷേധം തുടർന്നതോടെ ആശങ്ക ഉയർന്നു. സമരം മുൻകൂട്ടി കണ്ട് പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പ്രതിഷേധക്കാർ ട്രാക്കിന് പുറത്തേക്ക് പോവുകയായിരുന്നു. കായികോത്സവവുമായി സഹകരിക്കുമെന്നും എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും സംയുക്ത കായികാധ്യാപക സംഘടനാ ഭാരവാഹികൾ CCTVയോട് പറഞ്ഞു. 12 വിദ്യാഭ്യാസ ഉപജില്ലകളെ പ്രതിനിധീകരിച്ച് 12 കായികാധ്യാപകർ കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടി നിരാഹാര സമരവും നടത്തിവരുന്നുണ്ട്. തസ്തിക പുനർനിർണയം ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി കായികാധ്യാപകർ നിസ്സഹകരണ സമരം നടത്തുന്നത്. കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമര ഭീഷണിക്ക് നടുവിലാണ് കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കായികോത്സവം തുടക്കമായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 12 ഉപജില്ലകളിലെയും കായിക മേളകളിൽ പലയിടത്തും പല തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ ഇവർ പറയും. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? തങ്ങളുടെ കുട്ടികളോടൊപ്പം കായികാധ്യാപകർ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കായികാധ്യാപകരും ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇതൊരു സമരമല്ല, ഇതൊരു സമരമുറയല്ല. ഇത് മേളകൾ നടത്തിക്കൊടുക്കുന്നതിൽ നിന്നും കായികാധ്യാപകർ ഒന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. കേരളത്തിൽ 40 ലക്ഷത്തോളം കുട്ടികൾ ഉണ്ടായിരിക്കെ ആകെ 1600ഓളം കായികാധ്യാപകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പലരുടെയും തസ്തിക നഷ്ടപ്പെട്ടുകൊണ്ട് വംശനാശം സംഭവിക്കുന്ന ജീവികളെ പോലെ കായികാധ്യാപകർ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കായികമേളയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. നിർഭാഗ്യവശാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു കായികാധ്യാപകൻ പോലുമില്ല, മരുന്നിന് പോലുമില്ല. നമ്മുടെ കുട്ടികളെ കൂടെ നിൽക്കുവാനാണ് ഓരോ കായികാധ്യാപകരും ഇവിടെ ആഗ്രഹിക്കുന്നത്. നിർബന്ധിതമായിട്ടുള്ള ഡ്യൂട്ടി നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പമല്ല, ഈ മേളയോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ കായികമേള തടയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നയമേയല്ല, ഇതൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരികളുടെ കണ്ണു തുറക്കാനായിട്ട് ഈ ഒരു വിട്ടുനിൽക്കൽ കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തി. തുടർന്നു നടന്ന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DDE PM ബാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, കുന്നംകുളം AEO A മൊയ്തീൻ, മറ്റ് സംഘടനാ പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കാഴ്ചപരിമിതിയുള്ള അണ്ടർ 14, 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ പെൺ വിഭാഗം കുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാടനപ്പള്ളി KNM VHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ KD ദിബിൻ ദേവ് ഗോൾഡ് മെഡൽ നേടി. സഹപാഠി VR ശ്രീഹരി ഗൈഡ് റണ്ണറായി. അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അന്തിക്കാട് BRCയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ PS അഭിനന്ദ ഗോൾഡ് മെഡലും പെരിങ്ങോട്ടുകര GHSSലെ പ്രിയങ്ക പ്രതീഷ് ഗൈഡ് റണ്ണറുമായി. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എരുമപ്പെട്ടി GHS സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ES സച്ചിൻ സ്വർണം നേടി. സഹപാഠി CB വിഷ്ണു ഗൈഡ് റണ്ണറായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടകര GHSലെ ഏഞ്ചൽ മരിയ ഷിജു സ്വർണം കരസ്ഥമാക്കി. സഹപാഠി ലാവണ്യ ഗൈഡ് റണ്ണറായി. സാധ്യതകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. അഖിലേന്ത്യാ മത്സരങ്ങളിലും മറ്റു മത്സരങ്ങളിലുമെല്ലാം കേരളത്തിലെ കായിക പ്രതിഭകൾ അഭിമാനാർഹമായ വിജയം നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ പ്രോത്സാഹനം കായിക വകുപ്പ് വഴി ജോലി നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള മാതൃകാപരമായ സംവിധാനം കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പോലീസിൽ ഉൾപ്പെടെ ജോലി കൊടുത്തത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്ന 1% ആകെ നിയമനത്തിൻ്റെ 1% കായിക താരങ്ങൾക്ക് നൽകണം എന്ന രീതിയിലുള്ള ആലോചനയാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുന്നംകുളം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൂടി
സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മുൻ കായിക മന്ത്രിയും നിലവിൽ MLA-യുമായ AC മൊയ്തീൻ പറഞ്ഞു. കായികാധ്യാപകരുടെ സമരം കായികമേളയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTV-യോട് സംസാരിക്കുകയായിരുന്നു MLA. ജില്ലയിലെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകളിലൊന്നാണ് കുന്നംകുളത്തുള്ളത്. ശ്രീ AC മൊയ്തീൻ കായിക മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ എത്തിച്ചേർന്നത്. ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പലതും പൂർത്തീകരിക്കാനുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അതോടെ ചോദിക്കാം, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും? തൃശ്ശൂർ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്ത് ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 100-ലധികം കുട്ടികൾ സ്കൂളിലുണ്ട്. അവരുടെ ഹോസ്റ്റൽ കെട്ടിടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ രാത്രിയിൽ കൂടി മത്സരം നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് വേണം. അതിനിപ്പോൾ 2 കോടി രൂപ അനുവദിച്ചു. ഇന്നലെ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുക്കാൻ സ്പോർട്സ് എഞ്ചിനീയർമാർ വന്നിരുന്നു. അത് പൂർത്തീകരിക്കും. ജനറേറ്റർ സഹിതമാണ്. പിന്നെ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരും. പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഇനി കൂടുതലായി വേണ്ടി വരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്റ്റേഡിയം തയ്യാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി ഗൗരവപൂർവ്വം പരിപാലനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടലുണ്ടാവും. നീന്തൽക്കുളം അപ്പുറത്തെ ഭാഗത്തുള്ള ഇരിപ്പിടം അത്തരം കാര്യങ്ങളിലേക്ക്. അതെ, അതാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നീന്തൽക്കുളത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ അത് ഉണ്ടാവുള്ളൂ. ഈ വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല. പിന്നെ ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള ഗാലറി അത് അടിയന്തരമായി അപ്പുറത്തെ സൈഡിൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ കുറേ പേർക്ക് കൂടിയിരിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പുറത്ത് ചെയ്യും. അതിന്റെ പ്രാഥമിക കാര്യം കഴിഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അതിന്റെ പണം അവിടെ ഇല്ലാച്ചെങ്കിൽ MLA ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തയച്ച് ചെയ്യിക്കും. അതുപോലെ തന്നെ ഈ ഗാലറിക്ക് കവറിടാൻ ഇപ്പോൾ അത് താൽക്കാലിക പന്തലാണ്. മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കാൻ വേണ്ടി ഇപ്പോഴുള്ള ഗാലറിക്ക് മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തസ്തികതകളുമായി ബന്ധപ്പെട്ട് കായിക അധ്യാപകരുടെ വലിയ പ്രതിഷേധവും സമരമൊക്കെ കഴിഞ്ഞ 12 ഉപജില്ലകളുടെ കായികമേളയിൽ നിറം കെടുത്തിയിരുന്നു. ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും തുടക്കത്തിൽ അവർ പ്രതിഷേധ മാർച്ചും സമരമായി മുന്നോട്ട് വന്നിരുന്നു. ഇത് ഈ 3 ദിവസത്തെ മേളയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഞാനിതിനെ കാണുന്നത് കായിക അധ്യാപകർ അവരൊരു ആവശ്യം ഉന്നയിക്കുന്നു. അത് അവർക്ക് ഉന്നയിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമുണ്ട്. കായിക മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണത്. എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ഒരു കളിക്കളമായിട്ടുണ്ട്. ഇനി കായിക അധ്യാപകരുടെ വിഷയം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ 2 സ്കൂളുകളെ ചേർത്ത് നിലവിലുള്ള അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് അത് തുടരണം, 300-1 എന്ന രീതിയിലാവണം എന്നാണ്. ഗവൺമെൻറ് ഈ കാര്യം അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് നയപരമായൊരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ എൻ്റെ കയ്യിലില്ല. കായിക മേഖലയ്ക്ക് വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ സ്കൂളുകളിൽ നിന്ന് അതിൻ്റെ ചെറുപ്രായത്തിൽ നിന്ന് അത് തുടങ്ങണം. അതാണ് സ്പോർട്സ് ഒളിമ്പിക്സ് എന്നുള്ള പേര് തന്നെ കൊടുത്തത്. അങ്ങനെ ഒരു പേര് കൊടുത്ത കാര്യത്തിൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി അവരുന്നയിക്കുന്നത് മാത്രമല്ല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് കായിക അധ്യാപകരുണ്ടാവണമെന്ന്. ആ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ അവർ ഉന്നയിച്ചതാണ്. ആ കാര്യത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും മന്ത്രിയുടെയും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ പെടുത്തും. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ബസ് സമരം തുടരുന്നു. ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയെ തുടർന്ന് ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ആരംഭിച്ച പണിമുടക്കാണ് ഇന്നും തുടരുന്നത്. വ്യാജ പരാതിയിലാണ് ബസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തതെന്നാണ് ബസ് ജീവനക്കാരുടെ ആരോപണം. ബസ് പണിമുടക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രികർ ബുദ്ധിമുട്ടിലായി. അപ്രതീക്ഷിതമായി ഉണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ. വാട്സപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ, തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലുള്ള ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത്. ഇതേ തുടർന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ വലിയ തുക നൽകി സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. ഇത് മനസ്സിലാക്കിയ എരുമപ്പെട്ടിയിലെ വാട്സപ്പ് കൂട്ടായ്മയായ നാടിനും നാട്ടാർക്കും വേണ്ടിയെന്ന ഗ്രൂപ്പാണ് വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നും സ്കൂളിലേക്ക് എത്തിക്കാൻ രംഗത്തെത്തിയത്. വാഹനങ്ങൾ സൗജന്യമായി വിട്ടു നൽകി വാഹന ഉടമകൾ മാതൃകയായിരിക്കുകയാണ്. അനീഷ് ആദൂർ, ജിനു നെല്ലുവായി എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയും തൃശൂർ മൈൻഡ് ഷിഫ്റ്റ് കൗൺസിലിംഗ് സെന്ററുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ സ്റ്റെനി ഡേവിസ്, നിത്യനാരായണൻ എന്നിവർ നേതൃത്വം നൽകി.
യുവധാര പ്രസിഡന്റ് PV ലിസ്റ്റൺ അധ്യക്ഷനായി. സെക്രട്ടറി ഗബ്രിയേൽ B. കാക്കശ്ശേരി, ജൂനിയർ കോർഡിനേറ്റർ CV അരുൺ എന്നിവർ സംസാരിച്ചു. തൈക്കോണ്ടോ ജില്ലാതല മത്സര വിജയി ധന്യശ്രീ ലജീഷ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആത്മിക ലിയോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ജീർണാവസ്ഥയിലായിരുന്ന സ്റ്റേജ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ബാബു M. പാലിശ്ശേരിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജ് കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചത്. മേൽക്കൂരയുടെ ഷീറ്റുകൾ മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിന്റെയും ബാത്റൂമിന്റെയും തകർന്ന വാതിലുകളും ജനലുകളും മാറ്റി സ്ഥാപിച്ചു. ചുറ്റും കട്ടവിരിച്ച് മനോഹരമാക്കുകയും തെരുവുനായ്ക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം ഒഴിവാക്കാൻ സ്റ്റേജിന് ആവശ്യ സമയത്ത് നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള ഗേറ്റും സ്ഥാപിച്ചു. മുൻ MLA ബാബു M. പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാമ്പത്തിക വർഷം നമുക്ക് അതിനെ നീക്കിവെക്കേണ്ടി വന്നു. വളരെ സന്തോഷം ഉണ്ട്. ഈ സ്റ്റേജിന്റെ പണി തീർത്ത് കഴിയുമ്പോൾ നമ്മൾ അന്ന് ആ ഫുട്ബോൾ പ്രേമികളോട് പറഞ്ഞ ഒരു വാക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതിലുപരിയായി ബാബു M. പാലിശ്ശേരി MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ സ്റ്റേജിൻ്റെ നിർമ്മാണം ഉണ്ടായത്. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, ഹെഡ് മിസ്ട്രസ് മേഴ്സി മാത്യു, PT അംഗം അലി കോട്ടോൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറി ഇൻചാർജ് രജിത ടീച്ചർ ഏറ്റുവാങ്ങി. ഈ ഭരണ കാലയളവിൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിന് 1 കോടിയോളം രൂപ അനുവദിച്ച പത്മം വേണുഗോപാലിനെയും സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പഞ്ചായത്ത് മെമ്പർ ഷാജൻ മാസ്റ്ററെയും സ്കൂൾ PTA ഉപഹാരം നൽകി ആദരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് NSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജറും അഞ്ഞൂർ ദിവ്യദർശൻ ഡയറക്ടറുമായ ഫാദർ ജോസഫ് താഴത്തേതിൽ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം ഡോക്ടർ വിനുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് സംസാരിച്ചു. ഈ വർഷം 18 വയസ്സ് പൂർത്തിയായ NSS വളണ്ടിയർമാരും സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളും രക്തദാനം നടത്തി. അറിയിപ്പ്: നവംബർ 4 മുതൽ 7 വരെ എടക്കഴിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഉപജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും ലോഗോ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ A4 ഷീറ്റിൽ വരച്ചു തയ്യാറാക്കിയ ലോഗോ അതത് സ്കൂളിലെ പ്രധാന അധ്യാപകന് ഒക്ടോബർ 22 ബുധനാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണെന്ന് ചാവക്കാട് AEO PB സിന്ധു, പബ്ലിസിറ്റി കൺവീനർ നജീബ് എന്നിവർ അറിയിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നേട്ടം 2025 എന്ന പേരിൽ പ്രാദേശിക തൊഴിൽ മേള നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖാലിദ് പനങ്ങാവിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. തൊഴിൽ മേളയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 7 തൊഴിൽദാതാക്കളും 140 ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. 104 ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 73 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. കമ്മ്യൂണിറ്റി അംബാസിഡർ ശ്രുതി നന്ദി പറഞ്ഞു. ആത്മ 2025-26 കപ്പാസിറ്റി ബിൽഡിംഗ് പദ്ധതി പ്രകാരം കടവലൂർ കൃഷിഭവൻ പരിധിയിലുള്ള നെൽകർഷകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊരട്ടിക്കര പാടശേഖരത്തിൽ നടന്ന പരിശീലന പരിപാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ പദ്ധതി വിശദീകരിച്ചു. പാടശേഖര സമിതി അംഗങ്ങളായ ഘോഷ് കുമാർ, വാസു വലിയപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കിയ ക്രോപ്പ് ബൂസ്റ്ററിന്റെ ഗുണങ്ങളെക്കുറിച്ചും നെല്ലിൽ ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും തൃശൂർ മാർക്കറ്റിംഗ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത് ഗോവിന്ദ് പരിശീലനം നൽകി. കൃഷി അസിസ്റ്റന്റുമാരായ രാധിക, റോണി ചീരൻ, ശ്രീദേവി, സ്റ്റെല്ല, മറ്റ് പാടശേഖര സമിതി സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. വേരുകളുടെ വേഗത്തിലുള്ള വളർച്ചയെ സഹായിക്കുന്നതോടൊപ്പം വിളയുടെ ഗുണമേന്മ, തിളക്കം, ഭാരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നതാണ് പുതിയ സാങ്കേതികവിദ്യ.
ചുമട്ടുതൊഴിലാളി നിയമവും ക്ഷേമനിധി ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുക, തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ESI പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് INTUC ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് CV തുളസിദാസ് അധ്യക്ഷത വഹിച്ചു. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ, TP ഷൗക്കത്ത് അലി, KS ലിതീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയ ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ഭാരവാഹികളായ CA അബ്ദുറസാഖ്, CK ഫ്രാൻസിസ്, MK നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിൽ ആയില്യം പൂജയുടെ ഭാഗമായി സർപ്പപൂജ നടന്നു. പാൽപായസം നൽകിയും 100 പാലും അർപ്പിച്ചും കൊണ്ടാണ് സർപ്പപൂജ നടന്നത്. ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് കന്നിമാസത്തിലെ ആയില്യപൂജ നടത്തി. 100 പാലും നൽകാൻ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൽ കൈലാസം പരികർമ്മിയായി. ദേവസ്വം ജീവനക്കാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി K ചന്ദ്രദാസ്, പൂരകമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത്ത്, കോമരം മാരാത്ത് വാസുദേവൻ, മുൻ സെക്രട്ടറി രാജു മാരാത്ത്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് സാദ് ഷമീമിന് പത്രം നൽകിക്കൊണ്ട് പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകൻ PC മൊയ്തു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അബ്ദുൾ നാസർ, മാധ്യമം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീൻ, CDO അബ്ദുൾ റസാഖ്, മീഡിയ 1 കോർഡിനേറ്റർ NK അബ്ദുൾ കരീം, സ്കൂൾ മാനേജർ MA അബൂബക്കർ മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രണധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കുന്നംകുളം ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാട്ടകമ്പാൽ EM LP സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി 9539177677 എന്ന നമ്പറിൽ ബന്ധപ്പെടാവും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 193 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.